വൃദ്ധസദനത്തിലെ ജനാലയ്ക്കൽ ആകാശം നോക്കി ഇരിക്കുകയായിരുന്നു രാഘവൻ. മകന്റെ ഫോൺ വന്നിട്ട് മാസങ്ങളായി. എങ്കിലും ഓരോ ബെല്ലിലും അയാൾ തന്റെ പേര് പ്രതീക്ഷിച്ചു. മകൻ വിദേശത്തേക്ക് പോകുമ്പോൾ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുപോകാമെന്നാണ്. ആ ഒരാഴ്ച 10 വർഷമായി നീണ്ടു. അടുത്തിരുന്ന കടലാസിൽ അയാൾ വിറയ്ക്കുന്ന കൈകളോടെ എഴുതി: മോനെ, നിനക്ക് സുഖമാണോ? നിന്റെ തിരക്കുകൾ എനിക്കറിയാം. അച്ഛനിവിടെ ഒന്നിനും കുറവില്ല. പക്ഷേ നിന്റെ മകനെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹം. കത്ത് പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കണ്ണുനീർ തുള്ളികൾ ആ പേപ്പറിൽ വീണ് അക്ഷരങ്ങൾ പടർന്നു. അന്നു രാത്രി രാഘവൻ യാത്രയായി. പിറ്റേന്ന് വന്ന മകൻ അച്ഛന്റെ മൃതദേഹത്തിനരികിൽ ആ കത്ത് കണ്ടു. അതിൽ അവസാനമായി എഴുതിയ വരി ഇതായിരുന്നു: നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നീ എന്നും എന്റെ കുഞ്ഞാണ്. മകന്റെ നിലവിളി ആ വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ മാപ്പു നൽകാൻ ആ അച്ഛൻ അപ്പോഴേക്കും ഏറെ ദൂരേക്ക് പോയിരുന്നു. വൈകിപ്പോയ തിരിച്ചറിവുകൾക്ക് എന്നും മരണത്തിന്റെ ഗന്ധമാണ്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മെ കക്കാത്തിരിക്കുന്നവരെ മറക്കാതിരിക്കുക. കാരണം പിന്നീടാവാം എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഒരു പിന്നീടുണ്ടായെന്നു വരില്ല.